Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. Your current situation and the divine message for you. എന്താണ് നിങ്ങളുടെ current situation? എന്താണ് ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ടത്? നിങ്ങൾക്കുള്ള divine message എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. So as usual, 3 ഗ്രൂപ്പ്സ് ഉണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. Alright? So നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പിനോടാണോ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് select ചെയ്യാം. So you'll get the right message. All right, so select your group, then we can start. All right, let's start with group number 1. Hey, group number 1. എന്താണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ? സോ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് 2 അഡ്വൈസ്. ഓക്കെ, സോ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഫസ്റ്റ് വൺ, നിങ്ങൾ സെയിം സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെയിം കാര്യം തന്നെയാണ്, ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് നമ്മൾ പഠിക്കണം. ഓക്കെ, ആൻഡ് അവിടെ വീണ്ടും നമ്മൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം. സോ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ കം ഔട്ട് ഓഫ്. ഓക്കെ, ആൻഡ് നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് നിങ്ങൾ വരാം. ഓക്കെ, സോ ചില പ്ലേസ് അല്ലെങ്കിൽ ചില ആളുകള് അങ്ങനത്തെ പ്ലേസിൽ നിങ്ങൾ ഒരുപാട് യൂസ് ചെയ്യാൻ നിങ്ങൾ നിന്ന് കൊടുക്കാതിരിക്കാം. ഓക്കെ, മിസ്യൂസ് ചെയ്യാൻ നിന്ന് കൊടുക്കാതിരിക്കാം. ഓർ ചില ആളുകൾക്ക് നിങ്ങൾ എന്തെങ്കിലും വളരെ ജെന്യൂൻ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ കീപ് ട്രൈങ് ഫോർ ഇറ്റ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ ഗിവ് അപ്പ് ചെയ്യുന്നില്ല, എസ്പെഷ്യലി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തൊരു കാര്യം. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങൾ കീപ് ട്രൈങ് ഫോർ ഇറ്റ്. ഓക്കെ, സോ നിങ്ങൾക്കത് വർത്ത് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അല്ലാത്ത പ്ലേസിന് പുറത്തേക്ക് വരാം. ഓക്കെ, കാരണം മേ ബി നിങ്ങൾ ചില പ്ലേസിൽ ഒരുപാട് ഓവർ എഫേർട്ട് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് തന്നെ അറിയാം അവിടുന്ന് പ്രത്യേകിച്ചൊന്നും ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ആയിട്ടൊന്നും അവിടെ നിന്നൊന്നും ഉണ്ടാവില്ല. സോ പ്ലീസ് കം ഔട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, ആൻഡ് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാം, ഓർ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സ്പേസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, കാരണം ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ആളുകൾക്കാണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ അത് അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഓർ ചില കാര്യങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസിന് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ടാവുന്നുണ്ട്. ഓക്കെ, let's see group number 1. What's your current situation and the message for you, group number 1? Your current situation and the message for you. All right, it's exactly ഇത് നിങ്ങൾക്കുള്ള മെസ്സേജ് ആണ്. ഒരേ കാര്യം തന്നെ നിങ്ങൾ പലപ്പോഴായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലെസൺ നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ പഠിക്കണം, ആളുകളുടെ ആക്ഷൻ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഓർ ആളുകൾ പറയുന്ന കാര്യങ്ങൾ. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ പല പ്രാവശ്യം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. സോ ലൈക്ക് പുറത്തേക്ക് വരും, അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ഒരാളും വരില്ല. അതാണ് നിങ്ങൾക്ക് ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ്. കം ഔട്ട് ഓഫ് ആൻഡ് യു ക്യാൻ ക്രിയേറ്റ് ദ ബ്യൂട്ടിഫുൾ തിങ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, സോ കുറച്ച് സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് മേ ബി നിങ്ങൾ ഓൾറെഡി എടുക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾ ഏതാണ് ബെറ്റർ, മേ ബി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ഓർ മേ ബി ചില ആളുകൾ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെ ഒരു ജഡ്ജ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഓർ ഒരു അഡ്വൈസർ ആയിട്ട് നിൽക്കുന്നുണ്ട്, ഡിസിഷൻ എടുക്കുന്നുണ്ട്. സോ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും ലൈഫിൽ ഡിസിഷൻ എടുക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ലൈക്ക് സെയിം സിറ്റുവേഷൻ നിങ്ങൾ അലോ ചെയ്യുന്നില്ല. ഓൾറെഡി ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കണം, കാരണം ഇത് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ നിങ്ങൾ അതിലേക്ക് ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് ബോൾഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻസ് എടുക്കാം. ഓക്കെ, സോ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല, നിങ്ങൾക്കവിടെ ഹാപ്പിനെസ് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡെഫിനറ്റ്ലി ചേഞ്ച് ആക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ചില ആളുകളെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക, ചില സിറ്റുവേഷൻ നിങ്ങൾ ഫിക്സ് ചെയ്യാതിരിക്കുക. ഇൻസ്റ്റീഡ് ആ ഒരു സിറ്റുവേഷന് ആളുകളുടെ അടുത്ത് നിങ്ങൾ മാറി നിൽക്കുക, സ്പേസ് ഉണ്ടാക്കുക ലൈഫിൽ. ഓക്കെ, സോ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിച്ച് തുടങ്ങുന്ന ഒരു ടൈമാണ്, ഡിസിഷൻ എടുക്കുന്ന സമയമാണ്. നിങ്ങളുടെ വോയിസ് ഡെഫിനറ്റ്ലി ഒരു സ്ട്രെങ്ത് തരുന്ന ഒരു ടൈമാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് സ്ട്രോങ് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് നിങ്ങളുടെ വോയിസിലാണെന്നുണ്ടെങ്കിലും സംസാരത്തിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ നിങ്ങൾ കൂടുതൽ കാണിക്കുന്ന ഒരു ടൈമാണ്. മേ ബി നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പൊസിഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കണം, മേ ബി അങ്ങനത്തെ എന്തെങ്കിലും പൊസിഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ലൈക്ക് ഹൈ പൊസിഷൻ, ലോയർ, സിവിൽ സർവീസ്, മേ ബി ആർമി, പോലീസ് പോലത്തെ എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മേജർ അല്ലെങ്കിൽ റെയർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം അങ്ങനത്തെ കാര്യങ്ങൾ ട്രൈ ചെയ്ത് കിട്ടുക എന്നുള്ളത്. സോ അങ്ങനത്തെ എന്തൊരു കാര്യം മേ ബി നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കണം.
ഈ ഒരു ടൈം ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഹൈലി കണക്റ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളുടെ ഫോക്കസ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം രണ്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, രണ്ട് ആളുകളായിരിക്കാം, രണ്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, ഓർ മേ ബി നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ ഫാമിലി സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളുടെ ജോബ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, പ്രയോറിറ്റി മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാനുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് തോന്നുകയാണ് അങ്ങനത്തെ എന്തെങ്കിലും രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് ഏതിലേക്കാണോ ഫോക്കസ് ചെയ്യേണ്ടത് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്, ഓക്കെ, നിങ്ങൾ അതിൽ എന്തെങ്കിലും എഫേർട്ട് കൊടുത്താൽ നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിന് മാത്രം നിങ്ങൾ ഈ ഒരു സമയം പ്രയോറിറ്റി കൊടുക്കുക. മറ്റൊരു കാര്യം, ഈ ഒരു സമയം നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ എനർജി ഒരുപാട് അവിടെ ഇൻവെസ്റ്റ് ആവുന്നുണ്ട്, പക്ഷെ അവിടെ നിന്ന് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്തേക്ക് നിങ്ങൾ വിട്ടേക്കാം. ഓക്കെ, ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ അത് എന്നേക്കുമായിട്ട് വിട്ടേക്കുക എന്നുള്ളതല്ല, ഈ ഒരു ടൈമിൽ നിങ്ങൾ അത് വിട്ടേക്കാം. കാരണം നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ സിറ്റുവേഷനിലേക്ക് മേ ബി വരുന്നുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ എന്തെങ്കിലും കാര്യത്തിലേക്ക്, റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, പുതിയ എക്സ്പീരിയൻസ് കൊടുക്കാൻ സ്വയം നിങ്ങളെ അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഫീലിങ്സ് ഓർ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പുതിയ ഫീലിങ്സ്, ഇഷ്ടങ്ങള്, ഓക്കെ, ഓർ ഡെഫിനറ്റ്ലി നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഹെൽത്തി റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ എൻജോയ് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളൊരു ഗ്രോത്ത് ഇല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് ഇല്ലാണ്ടാക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ എനർജി ഇല്ലാണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പുതിയ കാര്യത്തിലേക്ക് വരണം. ചില കാര്യങ്ങൾ, ചില ആളുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ആക്കരുത്. ഓൾറൈറ്റ്, സി ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ ലൈഫ് അപ്ഗ്രേഡ് ചെയ്യുന്ന എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജോബോ നിങ്ങളുടെ പാഷനോ ആയിരിക്കാം, ഈവൻ ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ലൈഫ് എത്രമാത്രം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഇമോഷൻസ് വിട്ട് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് എന്താണോ ബെനിഫിറ്റ്സ്, നിങ്ങൾക്ക് എന്താണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ അതുപോലത്തെ ചേഞ്ചസ് ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്, ചില കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക ആൻഡ് സി ലൈക്ക് എങ്ങനെയാണ് നിങ്ങൾ ബിൽഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, സോ സ്ട്രോങ് ബേസ് നിങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ടാക്കുന്നുണ്ട്. സോ ലൈക്ക് അവിടെ മേ ബി ലൈക്ക് നിങ്ങൾ അങ്ങനെ സ്ട്രോങ് ആവുന്നത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഹേർട്ട് ആവരുത്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ എഫേർട്സ് കൊടുത്തിട്ടും അല്ലെങ്കിൽ നിങ്ങൾ എത്ര ടൈം ഒരു സിറ്റുവേഷനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടും അവിടുന്ന് ഗ്രോത്ത് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, അവർ അങ്ങനെ എന്തെങ്കിലും ഒരു പാസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അവിടുന്ന് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ വളരെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, സോ എത്ര വിഷമാണെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് പിറകോട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ചില കാര്യങ്ങൾ, ചില ചലഞ്ചസ് ലൈഫിൽ, ചില ചലഞ്ചസ് സ്ട്രഗിളൊക്കെ നമ്മൾ ആക്ച്വലി നമ്മുടെ ഒരു സ്ട്രോങ് വേർഷൻസ് നമ്മൾ കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ വാക്കുകളിലൊക്കെ ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. സോ മാക്സിമം നിങ്ങൾ ആ ഒരു മോഡ് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാം. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുക്കണം എന്ന് പറയുന്നത്, നമ്മൾ പുതിയൊരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് പഴയതെന്ന് പുറത്തേക്ക് വരാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കിയിട്ട് വരാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് പുറത്തേക്ക് വരണം എന്ന് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ വേണ്ട എന്ന് തോന്നുന്ന ചില കാര്യത്തിലേക്ക് വീണ്ടും വീണ്ടും പോകാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, ബട്ട് അതിന് കംപ്ലീറ്റ്ലി പുറത്ത് വരുന്നത് വരെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അതുപോലെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നതും അതുകൊണ്ടായിരിക്കാം. കാരണം രണ്ട് ഓപ്ഷൻ, രണ്ട് സിറ്റുവേഷൻ, രണ്ട് ചോയ്സ്, രണ്ട് മൈൻഡ്. ഓക്കെ, നമ്മൾ ചില പ്ലേസിൽ ഡബിൾ മൈൻഡ് ആയി പോകുന്നതായിരിക്കാം. ഓക്കെ, അത് വേണോ ഇത് വേണോ എന്നുള്ളൊരു കാര്യം. ചില സമയത്ത് നമുക്ക് തോന്നും വേണം, ചില സമയത്ത് തോന്നും വേണ്ട എന്ന് തോന്നും. ഓക്കെ, സോ മേ ബി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നത്. മേ ബി നിങ്ങളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം, അതിലേക്ക് പോകണോ വേണ്ടോ, അല്ലെങ്കിൽ പാസ്റ്റിൽ തന്നെ ഞാൻ നിൽക്കണോ, ആ ഒരു സ്ട്രഗിൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിന്ന് ഒരു പുതിയ പ്ലേസിലേക്ക് വരുന്ന സമയത്ത് ആ സിറ്റുവേഷൻ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ലൈക്ക് നിങ്ങൾക്ക് ആ ഒരു വിഷമം ചില സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സ്ട്രഗിൾ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു മാറ്റം മേ ബി ലൈക്ക് നിങ്ങളായിട്ട് എടുത്തിട്ടുള്ളതായിരിക്കില്ല ചില ചേഞ്ചസ്, ചില ആക്ഷൻ,
സിറ്റുവേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം. ചില ആളുകൾക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആവുന്ന ചില ലൈഫ് ഇവന്റ്സ് നിങ്ങളെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതായിരിക്കാം, പുതിയ പാഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം. ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലും പുതിയ റൊമാൻസ് സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു റിലേഷൻഷിപ്പിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട് ചില ആളുകൾ. സോ മാക്സിമം എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു ഫ്രഷ് ആയിട്ട് തോന്നുന്ന എന്ത് ഫീൽ ആണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ മൈൻഡ് ഒരുപാട് റീഫ്രഷ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്ന എന്ത് ലൈഫ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും മാക്സിമം അത് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ യൂസ് ചെയ്യാം, എൻജോയ് ചെയ്യാം. റൈറ്റ്, ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1. നിങ്ങൾക്കുള്ള മെസ്സേജ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. Hey, ഗ്രൂപ്പ് നമ്പർ 2. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഫ്രെയിം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈമാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഈ ഒരു ടൈം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കണം. ഓക്കെ, എന്താ എങ്ങനെ കംപ്ലീറ്റ്ലി ലൈക്ക് ചില ആളുകൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവില്ലേ നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഓർ ചില ആളുകൾക്ക് നിങ്ങൾക്ക് എവിടെ നിന്നില്ലാത്തൊരു ലൈക്ക് ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് മേ ബി നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് കുറെ കൂടുതൽ ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കണം, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓർ നിങ്ങളുടെ ലൈഫിൽ എന്താണ് വേണ്ടതെന്നുള്ളത്. ചില ആളുകൾ നിങ്ങളുടെ ലൈഫിന്റെ ഓരോ ഏരിയാസിൽ നിങ്ങളുടെ ഒരു ന്യൂ ബിഗിനിങ് ആയിരിക്കാം. നിങ്ങളുടെ ഒരു പഴയ സിറ്റുവേഷൻ എൻഡ് ആക്കി ക്ലോസ് ആക്കി നിങ്ങൾ പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫ് ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. മേ ബി നിങ്ങൾ ഓൾറെഡി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ വളരെ റീസെന്റ് ആയിട്ട് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് റീഫ്രെയിം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. ഓക്കെ, ഫ്രഷ് ബിഗിനിങ്. ഓക്കെ, സോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലിമിറ്റ് ഉണ്ടാവുന്നില്ല. ഓക്കെ, മേ ബി നിങ്ങൾക്ക് അവിടെ ഒരു ലിമിറ്റ് നിങ്ങൾക്ക് തോന്നാത്തത് ലൈക്ക് ചില സിറ്റുവേഷനിൽ നമുക്ക് എല്ലാം നഷ്ടാവുന്ന സമയത്ത് നമുക്ക് ഒരു ധൈര്യം എവിടുന്നെങ്കിലും കിട്ടും. ഓക്കെ, സോ മേ ബി നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം. ഓർ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കുറെ കൂടെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, what's your current situation and എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? ഗ്രൂപ്പ് നമ്പർ 2, what's your current situation and what's the message for you? Group number 2. ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ മേ ബി ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ഒരുപാട് ഡേ ഡ്രീം ഒക്കെ നിങ്ങൾ ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കാം. ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. ലൈക്ക് കാരണം നിങ്ങൾ ആക്ച്വലി പുതിയ കാര്യത്തിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ നിങ്ങളെ അലോ ചെയ്യുന്നുണ്ടായിരിക്കണം. ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ നിങ്ങളെ അലോ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ മേ ബി നിങ്ങൾക്ക് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വേറെ ഒരു കാര്യം, നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം. പക്ഷെ അത് എങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് അത് അട്രാക്ട് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ അത് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കൊരു പേടി ഉണ്ടായിരിക്കണം, ആങ്സൈറ്റി ഉണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് മേ ബി നിങ്ങൾക്ക് അത്ര ഒരു ബേണിംഗ് ഡിസയർ ഈ ഒരു സമയത്ത് എന്തിനോടെങ്കിലും ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ജോബോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ എന്തെങ്കിലും ഡ്രീം ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം, നിങ്ങൾ എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ വീടായിരിക്കാം, ഓർ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും ഒരു ഷെൽട്ടർ, ഓർ മേ ബി നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം, എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. ഓർ മേ ബി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൈമിൽ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ ഓർ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരിക്കാം. ഓക്കെ, ബട്ട് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുക, ഒരുപാട് വിഷ്വലൈസ് ചെയ്യുക. ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഈവൻ അത് എത്ര സ്ട്രഗിൾ ആണെന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾ ആ ഒരു പൊസിഷനിൽ നിങ്ങളെ കാണാൻ എത്ര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു പൊസിഷനിൽ നിങ്ങളെ കാണിച്ചു കൊടുക്കുക. അങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയായിരിക്കും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക, എങ്ങനെയായിരിക്കും നിങ്ങൾ പെരുമാറുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോ എന്തായിരിക്കും ആ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, അത് കാണാനോ ഫീൽ ചെയ്യാനോ നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ വരാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈമാണ്. ഓക്കെ, ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്ലാങ്ക്നെസ് ഉണ്ടാവുന്നത് നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായി പോയിട്ടുണ്ടായിരിക്കണം. ചിലത് നിങ്ങൾ കംപ്ലീറ്റ്ലി എൻഡാക്കിയിട്ട് പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ വരികയാണ്. ഓക്കെ, ഒരു വിക്ടറി ഓർ ചില കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് സംഭവിക്കുന്നത്, ബട്ട് അങ്ങനെയല്ല. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടാണ് സംഭവിക്കുന്നത്, ബട്ട് ആ ഒരു റൈറ്റ് ടൈം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ,
സിറ്റുവേഷൻ എൻഡ് ആവാണ്. ഓക്കെ, ആൻഡ് ന്യൂ ബിഗിനിങ്. ചില ആളുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു എന്തെങ്കിലും ഒരു മേജർ ആയിട്ടുള്ള കാർമിക് സിറ്റുവേഷൻ നിങ്ങൾ എൻഡ് ആക്കിയിട്ടുണ്ട്, ക്ലോസ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ അത് മേ ബി ചില ആളുകൾക്ക് നിങ്ങളുടെ കർമ്മയായിരിക്കാം, നിങ്ങളുടെ ഒരു ഫ്രണ്ട് സോൺ ആയിരിക്കാം, നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുള്ള ആളുകളോ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, ഓർ നിങ്ങളുടെ ഒരു ഹാബിറ്റ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ തന്നെ ഒരു പഴയൊരു വേർഷൻ ആയിരിക്കാം. ഓക്കെ, കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ഒരു വേർഷൻ, സിറ്റുവേഷൻ, നിങ്ങളുടെ ഹാബിറ്റ് ആയിരിക്കാം. അത് എൻഡ് ആണ്. നിങ്ങൾ ഓക്കെ, ലൈക്ക് നിങ്ങളുടെ പാസ്റ്റിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്, അത് കംപ്ലീറ്റ്ലി ഡെഡ് ആണ്. ഓക്കെ, ആൻഡ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ ഒരു ന്യൂ ബർത്ത് ആണ്. സോ അതാണ് ഇനീഷ്യലി നമ്മൾ പറഞ്ഞതുപോലെ റിലേറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ന്യൂ ബോൺ ബേബിയാണ്. നിങ്ങൾ എത്ര ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആണ്. ഇത്ര പ്രോബ്ലംസ് ഒന്നും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ചില ആളുകൾക്ക് ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ വേണം എന്നുള്ളത്. ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് നിങ്ങൾ ചില കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്താണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ നിങ്ങൾ ഒരു ലിമിറ്റ് ഇല്ലാതെ ചിന്തിക്കാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾ ഡെഫിനറ്റ്ലി കൊടുക്കാം. ഓക്കെ, മനസ്സിലാക്കാൻ നിങ്ങൾ ചില സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ എൻഡ് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ എൻഡ് ആവുകയാണ്. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റാതെ തോന്നുന്ന എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഹാവ് ദി കറേജ്. ഓക്കെ, മേ ബി ലൈക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ വലിയ സീരിയസ് ആക്കി എടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഒരു പേടിയായിട്ടോ ആങ്സൈറ്റി ആയിട്ടോ നിങ്ങൾക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാനോ മുന്നോട്ട് പോവാനോ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നില്ല. അത് എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, ചില പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ ഉള്ള ഒരു ടൈം ആയിട്ടുണ്ട്. ഓക്കെ, ഓർ ചില ഒരു ട്രാൻസ്ഫർമേഷന്റെ ഒരു ടൈം എന്ന് പറയുന്നത് പോലെ, കാരണം നിങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് റീബർത്ത് ആണ്. ഓക്കെ, സോ അവിടെ ഒരു ലിമിറ്റും ഇല്ല, നിങ്ങൾ ഒരു കാര്യം ലിമിറ്റ് ചെയ്യുന്നില്ല. യു ആർ ജസ്റ്റ് ലൈക്ക് എ ബട്ടർഫ്ലൈ, യു കെൻ ഫ്ലൈ വെയർ യു വോണ്ട്. ഓക്കെ, ആ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു ബ്യൂട്ടിയും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ടൈമാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരുപാട് അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആളുകളുടെ അട്രാക്ഷൻ ഒരുപാട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ, മേ ബി ലൈക്ക് ചില ആളുകൾക്ക് അതിലേക്ക് കണക്ട് ചെയ്ത് വരുന്ന ഒരു ടൈമാണ്. ഓൾറൈറ്റ്, സോ ചിലത് നിങ്ങൾ കണ്ണ് തുറന്ന് കാണണം. ഓക്കെ, നമ്മൾ വിചാരിക്കുക എന്തൊക്കെയോ മേജർ ആയിട്ടുള്ള കാര്യങ്ങളോ കുഴപ്പത്തിലേക്കോ നമ്മൾ പോവാണ് ലൈഫ് എന്ന്. ബട്ട് അങ്ങനെയല്ല. ലൈക്ക് ചില കാര്യങ്ങള് നമുക്ക് അത്ര സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുള്ള ഭയങ്കരമായിട്ട് തോന്നുന്ന പ്രോബ്ലംസ് സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റും. ഓക്കെ, സെക്കൻഡ്സിൽ അത് മാറും. അതിന്റെ ഒരു ഇന്റൻസിറ്റി, ആ ഒരു സീരിയസ്നെസ് ഇല്ലാണ്ടാവും. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ കണ്ണ് തുറന്ന് കാണുക. അറ്റ്ലീസ്റ്റ് ലൈക്ക് നിങ്ങൾ ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് വലിയ സീരിയസ് ആക്കി എടുക്കാതിരിക്കുക. ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ലൈക്ക് ചിലത് ഈസി ആയിട്ട് എടുക്കുക. മേ ബി ഇപ്പൊ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഈസി ആയിട്ട് മെൽറ്റ് ആവും. ഓക്കെ, എന്ത് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിലും. സോ ലൈക്ക് ഈ ഒരു ഗ്രൂപ്പ് നമ്പർ 2 ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് പ്രോബ്ലം ആണോ ഫേസ് ചെയ്യുന്നത്, എന്താണോ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാതെ തോന്നുന്നത്, ജസ്റ്റ് അതിന്റെ വഴിക്ക് വിട്ടേക്കാം. ഓക്കെ, ചിരിച്ചെടുക്കുക. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സങ്കടപ്പെട്ടിട്ടോ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടോ ദേഷ്യമായിട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈസി ആയിട്ട് ഓക്കെ ടേക്ക് എ ഡീപ് ബ്രെത്ത്, ജസ്റ്റ് റിലാക്സ്. ഓക്കെ, ഒന്നും സംഭവിക്കുന്നില്ല. ഈവൻ നിങ്ങളുടെ ജോബ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമായി പോയി, പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ആർഗ്യൂ ചെയ്തു, ഓക്കെ, നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും മേജർ ആയിട്ടുള്ള എന്തെങ്കിലും വഴക്കോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടാവുന്നുണ്ടെങ്കിലോ, ഓർ മേ ബി ലൈക്ക് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണയായിരിക്കും. ചില ആളുകൾക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലോ ലൈറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ, അല്ലെങ്കിൽ ഒരു ഗെയിം ആയിട്ട് എടുക്കാം. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ ടേൺ ആവുകയാണ്, ഇങ്ങനെ ആയിരിക്കില്ല, അത് എൻഡ് ആവുകയാണ്, അത് നിങ്ങളെ ലൈഫ് ഒരു രീതിയിൽ നിങ്ങളെ എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. വെയിറ്റ് ഫോർ ഇറ്റ്. ഓക്കെ, സോ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. മേ ബി നിങ്ങൾക്ക് അങ്ങനെ ഒറ്റപ്പെടൽ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ആ ഒരു സിറ്റുവേഷൻ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഫീലിംഗ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഫീലിംഗ്സ് ഉണ്ടാവുന്നത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ട്രാൻസ്ഫർമേഷൻ ആണ്. ഓക്കെ, ലൈക്ക് എ ന്യൂ ബർത്ത്. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 2. What's the message for you? What you need to hear right now? Group number 2. Group number 2, expect the miracle. Okay. സോ ചില കാര്യങ്ങള് നിങ്ങൾക്ക് പോലും മിറാക്കിൾ ആയിട്ട് തോന്നുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് സഡൻ ആയിട്ടുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും, സഡൻ ആയിട്ടുള്ള ചേഞ്ചസ്. മേ ബി ലൈക്ക്
നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, സോ ചില പ്രോബ്ലംസ് ഉണ്ടാവും, അത് നിങ്ങൾക്ക് പെട്ടെന്ന് ബേർഡൻ ആയിട്ട് തോന്നും. ഓക്കെ, പെട്ടെന്നൊരു സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ട് തോന്നും. ബട്ട് എല്ലാം ലൈക്ക് സെക്കൻഡ്സ് കൊണ്ട് ചേഞ്ച് ആവും. ഒന്നും ഈ ഒരു സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും സ്പെഷ്യലി ലൈക്ക് പ്രോബ്ലംസ് നിങ്ങൾക്ക് പെർമനന്റ് അല്ല. ഓക്കെ, സോ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ട്. സോ ലൈക്ക് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ഓക്കെ, സോ ഈവൻ ലൈക്ക് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഹീൽ ചെയ്യണം അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് കൊണ്ടുവരണം എന്ന് തോന്നുന്ന ചില റിലേഷൻഷിപ്പോ ഫ്രണ്ട്ഷിപ്പോ ആയിരിക്കാം. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടൈം നിങ്ങൾ ബെസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങളെ കാണാൻ പഠിക്കുക എന്നുള്ളത്. ആളുകളായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യുന്നത്, വളരെ സന്തോഷമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളും കൂടുതൽ കണക്ട് ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2 ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു റൈറ്റ് മെസ്സേജ് കൊടുക്കാനും അല്ലെങ്കിൽ അത് ആക്ഷനിലേക്ക് കൊണ്ടുവരാനും സാധിക്കുക നിങ്ങൾക്ക് മാത്രമാണ്. ഓക്കെ, കാരണം നിങ്ങൾക്കാണ് നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് ഈ ഒരു സമയം പോകുന്നത്, നിങ്ങളുടെ ഒരു പെയിൻ എന്താണെന്നുള്ളത്, നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്സ് ഈ ഒരു സമയത്ത് അറിയാതെ നിങ്ങൾ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് ആയിരിക്കും, അത് നിങ്ങൾ വീണ്ടും വീണ്ടും ഹേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നിങ്ങൾ ആലോചിക്കുക എന്താണ് നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കാണ് നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. അത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ചില ആക്ഷനിലേക്ക് നിങ്ങളെ ഫോഴ്സ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും. ഓക്കെ, കാരണം ഈ ഒരു സമയത്ത് മിക്ക ആളുകൾക്കും ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കാനുള്ള എല്ലാ ലൈഫ് സിറ്റുവേഷനും മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അവിടെ തന്നെ നിങ്ങൾക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ നിൽക്കാനുള്ള എല്ലാ സാധ്യതകളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്തും ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് ഒന്നിനും നിങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഈ ഒരു സിറ്റുവേഷനും നിങ്ങളുടെ ലൈഫും ഡിമാൻഡ് ചെയ്യുന്നതും അതാണ്. ഓക്കെ, കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യാണ് നിങ്ങളുടെ ലൈഫ്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലും ബർത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷനിൽ കൂടെ പോകുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് പ്രഗ്നൻസി ആയിരിക്കാം, പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, ഓർ ചില സിറ്റുവേഷൻ നിങ്ങൾ എൻഡ് ചെയ്യുന്നുണ്ട്, ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ചില ആളുകൾ നിങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ കുറവ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ മിസ്റ്റേക്സ് ആയിരിക്കാം, ഓർ നിങ്ങളുടെ ഒരു നിങ്ങൾ കുറവായിട്ട് കാണുന്ന കാര്യമായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ എന്തെങ്കിലും ഡിസബിലിറ്റി ആയിരിക്കും. ചില ആളുകൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഫൈനലി നിങ്ങൾക്കുള്ള മെസ്സേജ് നിങ്ങളെ എങ്ങനെയാണോ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, സോ അത് വലിയൊരു സീരിയസ് ആക്കിയിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ എടുക്കരുത്. കാരണം അതാണ് നിങ്ങളുടെ ലൈഫ്. ഈ ഒരു സ്പെഷ്യലി അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഫൈനലി നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളൊരു ബെസ്റ്റ് വേർഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പവർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2. ഓൾറൈറ്റ്, സോ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. മേ ബി നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കാം. ഓർണമെന്റ്സ് ആയിരിക്കാം, ആരെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നുണ്ട്. ഓൾറൈറ്റ്, ഓർ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാകുന്നുണ്ട് എന്തെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം. ഓൾറൈറ്റ്, മേ ബി ചില ആളുകൾ ഡിഫറെന്റ് പ്ലേസ് ഡിഫറെന്റ് ലൊക്കേഷനിലേക്ക് വരുന്നുണ്ട്. ഓൾറൈറ്റ്, സോ എന്തെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് പ്രോപ്പർട്ടി ആയിരിക്കാം. ഓക്കെ, എന്തെങ്കിലും വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഓർ നിങ്ങൾക്ക് അങ്ങനെ അത്ര ഒരുപാട് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ഓർ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യാനുള്ള എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവുന്നുണ്ട്. മാറി നിൽക്കുന്നുണ്ട്, കാരണം നിങ്ങൾ ചില പ്ലേസ് എൻഡ് ആക്കുകയാണ്. ഓക്കെ, സോ ചില മൂവ്മെന്റ്സ് നിങ്ങൾക്ക് മേജർ മൂവ്മെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നിങ്ങൾ ചില പ്ലേസസ്, ചില ചാലഞ്ച്ഡ് ആയിട്ടുള്ള പ്ലേസസ്, ചില തടസ്സങ്ങളൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ട്. ഓക്കെ, സോ മൂവ്മെന്റ്സ് അത് ചില ആളുകളുടെ അടുത്ത് നിന്നായിരിക്കാം, ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നതായിരിക്കാം, ചില റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നതായിരിക്കാം. ഓക്കെ, സോ ഒരു കംപ്ലീറ്റ് മൂവ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മിക്ക ആളുകൾ നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങൾ എൻഡ് ആക്കുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഒരു റീബർത്ത് ഉണ്ടാവുന്നത്, ബട്ടർഫ്ലൈ സ്റ്റേജ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അത് ആക്ച്വലി റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ തോന്നും. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെട്ട ഫുഡ് ആയിരിക്കാം, ഇഷ്ടപ്പെട്ട പ്ലേസിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കാം. ഓക്കെ, ഓർ മേ ബി ലൈക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ നാച്ചുറലി ഇപ്പം നിങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ചില പ്ലേസ് ചില ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾ നാച്ചുറലി നിങ്ങൾ മാറുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ പാനിക് ആവുന്ന കാര്യമില്ല, ഇമോഷണലി എടുക്കേണ്ട കാര്യമില്ല. ചില ആളുകൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ദേ ആർ നോട്ട് റൈറ്റ് ഫോർ യു.
അറ്റ്ലീസ്റ്റ് ഈ ഒരു സമയത്ത് അവർ നിങ്ങൾക്ക് റൈറ്റ് അല്ല. കാരണം നിങ്ങൾ സ്പിരിച്വലി ഗ്രോ എക്സാക്ട്ലി ചില ആളുകളുടെ ഇന്റൻഷൻസ് ശരിയാവുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് റൈറ്റ് ആയിട്ട് വരുന്നില്ല. ഓൾറൈറ്റ്, കാരണം ചില ആളുകൾക്ക് നിങ്ങളുടെ ചേഞ്ച് ഓർ നിങ്ങൾ എടുക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് ആളുകൾക്ക് ഡൈജസ്റ്റ് ആവില്ല. ഓക്കെ, കാരണം അവർ നിങ്ങളെ പോലെ സ്പിരിച്വലി ഗ്രോ ചെയ്യുന്നുണ്ടാവില്ല ഈ ഒരു ടൈമിൽ. ആളുകൾ നിങ്ങൾക്ക് മനഃപൂർവ്വം അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതല്ല. ചില ആളുകൾക്ക് സന്തോഷം ഉണ്ടാവില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ. ഓക്കെ, കാരണം നിങ്ങൾ സ്പിരിച്വലി ഗ്രോ ചെയ്യാണ്. സോ ചില ആളുകൾ ലൈഫിൽ നിന്ന് മാറുന്ന സമയത്ത്, ചില റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്ന സമയത്ത്, ചില പ്ലേസ് മേ ബി ചില വർക്ക് വിട്ടു പോകുന്നതായിരിക്കാം, ജോബ് ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് നഷ്ടമാവുന്നതായിരിക്കാം. ഓക്കെ, ചില പ്ലേസിലേക്ക് നിങ്ങൾ മനഃപൂർവ്വം ചില പ്ലേസിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് പോകേണ്ടതായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫ് അങ്ങനെ നിങ്ങൾ ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഇതൊക്കെ നിങ്ങളുടെ ഒരു ട്രാൻസ്ഫർമേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് എൻജോയ് ദി ജേർണി. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വലിയ സീരിയസ് ആക്കി എടുക്കണ്ട. ഒന്ന് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എസ്പെഷ്യലി പ്രോബ്ലംസ് നിങ്ങൾക്ക് പെർമനന്റ് അല്ല. ഗ്രൂപ്പ് നമ്പർ 2, എൻജോയ് ദി ജേർണി. ഓക്കെ, ആൻഡ് ഒരു ലിമിറ്റും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഐ എം ഷുവർ ദാറ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 now. Hello group number 3, your current situation and the message for you. Group number 3, so definitely I would say നിങ്ങൾ റിയൽ ടൈം മോട്ടിവേറ്റർ ആണ്. ഓക്കെ, ഇൻസ്പിറേഷൻ. ഓക്കെ, കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾ ഒരുപാട് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ നിങ്ങൾ ഇന്റൻഷനലി ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില കാര്യങ്ങൾ, എസ്പെഷ്യലി ഗിവ് അപ്പ് ചെയ്യാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒരുപാട് ഇൻസ്പയർ ആവുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ആളുകൾ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓർ മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്കത് ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങളുടെ സ്റ്റോറി, നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്തും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ നാച്ചുറലി അല്ലെങ്കിൽ നിങ്ങളൊരു നാച്ചുറൽ ഹീലർ ആയിരിക്കാം നിങ്ങൾ. ഓക്കെ, ബൈ ബേഴ്സ് നിങ്ങൾക്ക് ആ ഒരു ഹീലിംഗ് ടാലന്റ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ സിറ്റുവേഷൻസ് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ്. ഗ്രൂപ്പ് നമ്പർ 3, വാട്ട്സ് യുവർ കറന്റ് സിറ്റുവേഷൻ ആൻഡ് എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? ഗ്രൂപ്പ് നമ്പർ 3, group number 3. Okay, so group number 3, നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ്, നിങ്ങളുടെ ഇന്റൻഷൻ, ഓക്കെ, നിങ്ങളുടെ പ്ലാൻസ് കുറച്ച് യൂണിക് ആവുന്നുണ്ട്. ഓക്കെ, ആൻഡ് ചില കാര്യങ്ങൾ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. റൈറ്റ് ആയിട്ടുള്ള കാര്യം മാത്രം, നിങ്ങൾ ചെറിയ കാര്യത്തിലൊന്നും നിങ്ങൾ സെറ്റിൽ ആവുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ്, നിങ്ങളെ ഒരു ഓത്തന്റിസിറ്റിയിലേക്ക് കൂടുതൽ കണക്ട് ആവുന്നുണ്ട് ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 3, എസ്പെഷ്യലി ഒരു ടൈം. ഓക്കെ, സോ നിങ്ങൾക്ക് എക്സാക്ട്ലി മനസ്സിലാവുന്നുണ്ട്, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. ആൻഡ് അത് പേഷ്യന്റ് ആയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ്സ് എ ഗ്രേറ്റ് ജോബ് ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, ലൈക്ക് എ ക്യാറ്റ്, നിങ്ങൾ വളരെ ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ സ്വയം ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ഒക്കെ നിങ്ങൾക്ക് സ്വയം നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അതിനൊന്നും വേറൊരാളും വെയിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ സമാധാനം നിങ്ങളായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു കെയർ നിങ്ങൾ കൊടുക്കുന്നുണ്ട്, സെൽഫായിട്ട് തന്നെ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടേതായിട്ടുള്ള ഒരു വേൾഡ്, നിങ്ങളുടേതായിട്ടുള്ള ഒരു ഹാപ്പിനെസ് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലും കാര്യം മേ ബി നിങ്ങൾ എന്തോ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, എസ്പെഷ്യലി നിങ്ങളുടെ കർമ്മ. ഓക്കെ, നിങ്ങളുടെ കർമ്മ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ. ഓക്കെ, നിങ്ങളുടെ ജോബ് എന്ന് മാത്രമല്ല, നിങ്ങൾ ആളുകളുടെ അടുത്ത് പെരുമാറുന്ന രീതി, നിങ്ങളുടെ അടുത്ത് പെരുമാറുന്ന രീതി ഒക്കെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവേണ്ട ഒരു ടൈമാണ്. ഓക്കെ, അതല്ലാത്തവർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക എന്താണ് ആക്ച്വലി നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത്. ആൻഡ് ആ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രാക്ക്, അല്ലെങ്കിൽ നിങ്ങളൊരു ഓത്തന്റിക് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരാം. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ഫിസിക്കലി കണക്റ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ സെൽഫായിട്ട് നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ഫിസിക്കാലിറ്റിക്കൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടൈമാണ്. നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ, ഇറ്റ്സ്
നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരു ടൈമാണ്. ഓൾറൈറ്റ്. ആൻഡ് മെയിൻ ആയിട്ട് ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കണം. റൊമാൻറ്റിക് ഫീലിങ്സ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് പല സിറ്റുവേഷനിൽ പല കാര്യത്തിനും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മേ ബി നിങ്ങൾ കുറച്ച് സമയമായിട്ട് നിങ്ങൾ അങ്ങനത്തെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളൊരു റൈറ്റ് പേഴ്സൺ ഓർ റൈറ്റ് റിലേഷൻഷിപ്പ്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്തോ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഡിവൈൻ ടൈം ഓർ റൈറ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് ഓൾറെഡി നിങ്ങൾ വളരെ റീസെന്റ് ആയിട്ട് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. ഓർ വെരി സൂൺ നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റി. ഓക്കെ, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത്ര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓർ മേ ബി നിങ്ങൾ സിംഗിൾ ആയിട്ട് നിങ്ങൾ അതുപോലത്തെ ഒരു നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. മാരേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കാം, സ്പെഷ്യലി റിലേഷൻഷിപ്പ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഓർ ഇത് ചില ആളുകൾക്ക് നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ചില കാര്യങ്ങൾ നിങ്ങൾ നാച്ചുറലി അട്രാക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പോലും അറിയാതെ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ ബോണസ്. നിങ്ങൾ വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ, ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഫിസിക്കാലിറ്റിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് ടച്ച് ചെയ്യാൻ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്. ഗ്രൂപ്പ് നമ്പർ 3, എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകളുടെ അറ്റൻഷൻ, സംസാരം, പ്രസൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഗെറ്റ് റെഡി. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ഹണിമൂൺ ടൈം. ഓക്കെ, മേ ബി നിങ്ങൾ റീസെന്റ് ആയിട്ട് മാരീഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, ഓർ റീസെന്റ് ആയിട്ട് റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ആളുകളായിരിക്കും. ഗൈസ്, മാക്സിമം നിങ്ങൾ റിലേഷൻഷിപ്പ് നിങ്ങൾ എൻജോയ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ ഹെൽത്തി ആയിട്ട് തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ്. ഓക്കെ, ഓർ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഹാപ്പിനെസ് ഓർ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സർപ്രൈസ് നിങ്ങൾ വളരെ റീസെന്റ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓർ വെരി സൂൺ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചേഞ്ച്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3. സോ ചില കാര്യങ്ങൾ ഓർ മേ ബി നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ നമ്മളെ അന്വേഷിക്കുന്നു പറയും. ഓക്കെ, സോ നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങൾ അങ്ങനെ എന്തോ കണക്ട് ചെയ്യുന്നുണ്ട്, ആ ഒരു കാര്യം നിങ്ങളെയും കണക്ട് ചെയ്യുന്നുണ്ട്. ഓർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണോ പ്ലസന്റ് ആയിട്ടാണ്. ഓക്കെ, ഈവൻ അത് നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ആലോചിക്കുന്ന സമയത്ത് പ്ലസന്റ് ആയിട്ടുള്ള ഓർമ്മകളോ പീസ്ഫുൾ ആയിട്ടുള്ള തോട്ട്സ്, ഫീലിങ്സ് മേ ബി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്തോ ഒരു കാര്യത്തിനോട് കണക്ട് ചെയ്യുന്നുണ്ട്, ആ ഒരു കാര്യത്തിനും നിങ്ങളോട് ആ ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് ആളുകളായിരിക്കാം, മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, മേ ബി ചില കാര്യങ്ങൾ അൺബ്ലോക്ക്ഡ് ആവുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും അൺബ്ലോക്ക് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ അൺബ്ലോക്ക് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ ഓർ ചില ആളുകൾക്ക് അത് ചില ബ്ലോക്ക് ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ഓൾ ഓഫ് സഡൻ നിങ്ങൾ എന്തൊരു കാര്യം നാച്ചുറലി അട്രാക്ട് ചെയ്യുന്നുണ്ട്, റൈറ്റ് ടൈം. ഓക്കെ, ലൈക്ക് വിത്തിൻ നോ ടൈം ചില കാര്യങ്ങൾ അത്ര ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ചില ആളുകൾ പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും ജോബിലേക്ക് വരുന്നതായിരിക്കാം, പെട്ടെന്ന് നിങ്ങൾ ജോബിലേക്ക് റെഡി ആവേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ജോബിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് എത്ര കാലമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഓക്കെ, നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങൾ അങ്ങനെ അത്ര വെയിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഗെറ്റ് റെഡി. നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ഡ്രസ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അവിടെ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിന് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3. ഓൾറൈറ്റ്. സോ എസ്പെഷ്യലി ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാക്സിമം കണക്ട് ചെയ്യേണ്ടതും എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുള്ള ടൈമാണ്. ഓക്കെ, കാരണം രണ്ട് ആളുകൾ അല്ലെങ്കിൽ ഒരേ ഇൻട്രസ്റ്റ് ഉള്ള, ഒരേ ഫീലിങ്സ് ഉള്ള, ഒരേ മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ അറിയാതിരിക്കാം. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒരേ രീതിയിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ടൈം അൺബ്ലോക്ക് ചെയ്യാണ്. ഓക്കെ, ഫീലിങ്സ് അൺബ്ലോക്ക് ചെയ്യാണ്. ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ, സീക്രട്ട് ആയിട്ടുള്ള വെച്ചിട്ടുള്ള കാര്യങ്ങൾ, പറയാതിരുന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടൈമാണ്. സോ നിങ്ങൾക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് നിന്നായിരിക്കാം, നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആളുകളായിരിക്കാം. ഇറ്റ്സ് എ ഡിവൈൻ ടൈം. എല്ലാം നിങ്ങൾക്ക് റൈറ്റ് പ്ലേസിലാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾക്കൊന്നും വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ വെരി സൂൺ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക. ആൻഡ് വെരി സൂൺ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. ഓക്കെ, വെരി സൂൺ. ബിക്കോസ് നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് മാത്രമല്ല, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ പോലും
ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കാര്യമാണ്, യൂണിക് ആയിട്ടുള്ള കാര്യമാണ്, റെയർ ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും ഇറ്റ്സ് റെയർ, ഇറ്റ്സ് യൂണിക്. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു പ്രൗഡ് ആയിട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വർത്ത് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എൻജോയ് ഇറ്റ്. Group number 3, victory and destiny. Okay, group number 3. ചില കാര്യങ്ങൾ നിങ്ങൾ മേ ബി എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തൊരു കാര്യം ഈ ഒരു സമയത്ത് നിങ്ങൾ ആഘോഷിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഓർ വെരി സൂൺ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഇറ്റ്സ് മോർ അബൌട്ട് റിലേഷൻഷിപ്പ്. ഓക്കെ, റിലേഷൻഷിപ്പ് ആൻഡ് ഇന്റിമസി. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് നിങ്ങളുടെ റൈറ്റ് ആണ്. ഓക്കെ, അത് ഈവൻ നിങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ, ചില കാര്യങ്ങൾ നിങ്ങൾ എത്ര വേണ്ടെന്ന് വെച്ചാലും നിങ്ങളത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി, ഇത്ര യൂണിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇതിന്ന് നിങ്ങൾക്ക് ഈ ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്കത് എത്ര നിങ്ങൾ വേണ്ടാന്ന് വെച്ചു, മേ ബി നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത് നിങ്ങൾക്ക് ഇനി അത് എന്ത് സംഭവിക്കുക, അത് എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഓക്കെ, അത് എന്താവും എന്നുള്ളതല്ല. ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഓഫർ നിങ്ങൾക്ക് ഡിവൈൻ ആയിട്ട് തരുന്നുണ്ടെങ്കിൽ, ചില സിറ്റുവേഷൻ നിങ്ങളായിട്ടൊന്നും എഫേർട്ട് എടുത്തിട്ടോ ഒന്നും ചെയ്യുന്നതല്ല, ഇത് നാച്ചുറലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. ഓക്കെ, അത് ഈവൻ ലൈക്ക് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കോൾ ആയിരിക്കാം, ഒരു കോൺവെർസേഷൻ ആയിരിക്കും, അത്ര ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു പ്രസൻസ് ആയിരിക്കാം. ഓൾറൈറ്റ്, ഓർ ചില കാര്യങ്ങള് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ചില കാര്യങ്ങളും കൂടെ സംഭവിക്കുകയാണ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് വിക്ടറി ഉണ്ടാവുന്നത്. ഓക്കെ, മേ ബി ലൈക്ക് ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറി നിന്നിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കണം. പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാണ്. ഓക്കെ, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യണം. ഓൾറൈറ്റ്, ഇത് നിങ്ങളായിട്ട് മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നതല്ല. ഗ്രൂപ്പ് നമ്പർ 3, ഇത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഒന്നിനും ചേസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈവൻ നിങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം, ജസ്റ്റ് അതുപോലെ തന്നെ അത് വിട്ടേക്കാം. ഓക്കെ, ചില ആളുകൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. എക്സ്പ്രസ് ചെയ്യുക, നിങ്ങളുടെ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യുക. സ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് ആയിരിക്കാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ലവേഴ്സ് ആയിരിക്കാം, ഈവൻ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, ആരാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് എക്സ്പ്രസ് യുവർ ഫീലിംഗ്സ്. മേ ബി നിങ്ങൾ ചില കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നത് നിങ്ങൾ ഇമോഷണലി ഹേർട്ട് ആവുന്നുണ്ടായിരിക്കാം. മേ ബി നിങ്ങൾ യൂസ്ഡ് അല്ല, കുറച്ച് സമയമായിട്ട്, കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾക്ക് ശീലമില്ലാത്ത ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ബട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ക്രേവ് ഉണ്ടാവുന്നുണ്ട്, ഉള്ളിലുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളത് ഒരുപാട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാതിരിക്കാം. ഓക്കെ, ഹോൾഡ് ചെയ്യാതിരിക്കാം, ജസ്റ്റ് എക്സ്പ്രസ് ചെയ്യാം. കാരണം സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അൺബ്ലോക്ക് ആവുകയാണ്, ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അൺബ്ലോക്ക് ആവുകയാണ്. ബിക്കോസ് ഇറ്റ്സ് യുവർ ഡെസ്റ്റിനി, ഇറ്റ്സ് ദ റൈറ്റ് ടൈം. ഓക്കെ, ആൻഡ് ചില പ്ലേസ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ പേടിക്കുക വേണ്ട. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് എന്താവും എന്നുള്ളത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഡിവൈൻലി സേഫ് ആണ്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, എസ്പെഷ്യലി ഈ ഒരു മൊമെന്റ്. ഓൾറൈറ്റ്, നമ്പർ 6 മേ ബി നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ 6 നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സൈൻ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു 6 ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ 6 hours നിങ്ങൾക്ക് എന്തെങ്കിലും വളരെ പ്ലസന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വളരെ ബാലൻസ്ഡ് ആയിട്ട് തോന്നുന്ന, വളരെ കംപ്ലീറ്റ് ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഓക്കെ, ഗെറ്റ് റെഡി. നിങ്ങൾ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയുമായിട്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഹാൻഡ്. ഓക്കെ, മേ ബി നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൈ നിങ്ങൾക്ക് അത്ര ചേർത്ത് പിടിക്കാൻ പറ്റുന്നതായിരിക്കാം. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. Alright, relate with your situation and ഇതുപോലെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇതുപോലെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.